കാലാവസ്ഥ അനുഗ്രഹിച്ച നാടാണ് കേരളം. മലയുടെയും ആഴിയുടെയും മരം കൊച്ചുന്ന തണുപ്പും വിയർപ്പിൻ്റെ ചൂടും മേളിക്കുന്നതാണ് വട്ടവട, കാന്തല്ലൂർ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ. മലയുടെയും ആഴിയുടെയും നടുക്ക് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച കേരളത്തിൻ്റെ ശൈത്യമേഖല. രമണീയമായ മലമടക്കുകളിൽ 5000 മുതൽ 6500 അടി ഉയരത്തിൽ കിടക്കുന്ന കൃഷിത്തോട്ടങ്ങളിലാണ് കേരളത്തിൽ ശീതകാല വിളകളായ ക്യാരറ്റ്, കാബേജ്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, സ്ട്രോബെറി, വെളുത്തുള്ളി, ബീട്രൂട്ട്, ഉള്ളി, പാഷൻ ഫ്രൂട്ട് എന്നിങ്ങനെ നിരവധിയായ വിളകൾ സമൃദ്ധമായി ഉണ്ടാകുന്നത്. കർഷകരുടെ കഠിനാധ്വാനം തണുത്ത ഇരുണ്ട മലമണ്ണിൽ നിന്നും നിറവും തിളക്കവും രുചിയുമാർന്ന വിളകൾ സമ്മാനിക്കുന്നു. നന്നേ ജനബാഹുല്യം കുറഞ്ഞ വട്ടവട, കാന്തല്ലൂർ മേഖലകളിലാണ് കൂടുതലായും ശീതകാല പച്ചക്കറികളുടെ കൃഷി. VFPCKയുടെ ആഭിമുഖ്യത്തിലുള്ള കർഷകരാണ് ഇവിടെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സമീപ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ സ്വാധീനം ഏറെയുള്ളവർ. പലരുടെയും വേരുകൾ തന്നെ അവിടെയാണ്. രാത്രിയിലെ 17 ഡിഗ്രി സെൽഷ്യസ് താഴെയുള്ള തണുപ്പും പകലത്തെ മിതമായ ചൂടുമാണ് ശീതകാല പച്ചക്കറി കൃഷി സാധ്യമാക്കുന്നത്. കാബേജ് വളർന്ന് വലുതാകുന്നതിനോടൊപ്പം ദളങ്ങൾ തിക്കിച്ചേർന്ന് ശരാശരി 1 കിലോ ഭാരമുള്ളവയായിത്തീരുന്നു. വരികളായി തൈകൾ നട്ട് പരിപാലിച്ചാണ് കൃഷി. സമാന രീതിയിലാണ് കോളിഫ്ലവറും ബീറ്റ്റൂട്ടുമൊക്കെ കൃഷി ചെയ്യുന്നത്. നിറവും തിളക്കവുമാർന്ന ക്യാരറ്റാണ് ഇടുക്കിയുടെ മിടുക്കി. ജീരകം പോലുള്ള ചെറിയ വിത്തുകളാണ് ഇവയ്ക്ക്. മൺതടങ്ങളിൽ നീളെ പായി കിളിർപ്പിച്ച ശേഷം ആവശ്യമില്ലാത്തത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള തൈകൾ സമൃദ്ധമായി വളരുന്നു. ആഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലത്ത് വിളവെടുത്ത ക്യാരറ്റുകൾ തലകളഞ്ഞ് പുളിച്ചൊരുങ്ങിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇവയെ പുളിപ്പിച്ചെടുക്കുന്നത് തന്നെ അധ്വാനമേറിയതും വെള്ളം ഒരുപാട് ആവശ്യമുള്ളതുമാണ്. നാവ് പൊള്ളിക്കുന്ന വെളുത്തുള്ളിയുടെ സ്വാദ് നമുക്കെല്ലാം പരിചിതമാണ്. അതിൻ്റെ തീഷ്ണത ലോകോത്തരമാണ്. കേരളത്തിന് ഭൗമസൂചിക പട്ടമുള്ള ഇവിടുത്തെ വെളുത്തുള്ളി നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരുടെ ഇഷ്ടവിളയുമാണ് വെളുത്തുള്ളി. മലയോരങ്ങളിൽ ഉരുളങ്കല്ലുകൾ പോലെയാണ് വിളവെടുത്ത പാടങ്ങളിൽ ഉരുളക്കിഴങ്ങ് കിടക്കുക. താരതമ്യേന ചെറുതാണ് ഇവിടെ ഉണ്ടാകുന്ന കിഴങ്ങുകൾ, എങ്കിലും കൃഷി സമൃദ്ധമാണ്. ഉരുളക്കിഴങ്ങിൻ്റെ വിത്തുകൾ സൂക്ഷിക്കാൻ പ്രത്യേക ഇരുളടഞ്ഞ മുറികൾ സജ്ജീകരിക്കേണ്ടതാണ്. പഴവർഗ്ഗങ്ങളിലേക്ക് പോയാൽ കേമി ഇവിടുത്തെ സ്ട്രോബെറി തന്നെ. ഹൃദയത്തിൻ്റെ ആകൃതിയും നിറവുമുള്ള ചെറുപഴങ്ങൾ ഹൃദയഹാരിയായി തന്നെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ കർഷകർ. വള്ളിത്തുണ്ടുകളാണ് ഇവയുടെ നടീൽ വസ്തുക്കൾ. കൃത്യത കണിക ജലസേചനം ഈ കൃഷിക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഹിമാലയ സാനുക്കളിലാണ് നാം കുങ്കുമപ്പൂവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ വട്ടവടയിലും കാന്തല്ലൂരിലും ഇവ വളരുമെന്നും കൃഷി ചെയ്യുന്നുണ്ടെന്നും അറിയുന്നത് കൗതുകവും അഭിമാനവുമുള്ളതല്ലേ. വിപണിയിൽ ഉയർന്ന മൂല്യമുള്ളതാണ് പാടലവർണ്ണമാർന്ന ഈ കുങ്കുമപ്പൂക്കൾ. ഇവ കൂടാതെ പാഷൻ ഫ്രൂട്ട്, റാഡിഷ്, മല്ലി, ഉള്ളി എന്നീ വിളകളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു.